ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ശത്രുക്കൾക്കോ ഇസ്ലാമിന്റെ ഈ മഹത്തായ ഖുർആനിന്റെ വെല്ലുവിളി, ഖുർആനിലെ ഒരു സൂറത്ത് പോലെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ അടയാളമായി തെളിവായി നിലനിൽക്കുന്നു. ആ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും, ആ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും, ഖുർആനിലെ മുഴുവൻ പരാമർശങ്ങളും, ഖുർആൻ മുഴുക്കെ തന്നെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നതാണ്. അതിൽ ലോകസഖാവായ അല്ലാഹു അവന്റെ ഹബീബിനോട് അവനതാ സംസാരിച്ചതാണ്, അവന്റെ ഹബീബിന് നൽകിയതാണ്, അവന്റെ ഹബീബിന് ഇറക്കി കൊടുത്തതാണ്. ആ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നത് തന്നെ. ആ പരിശുദ്ധ ഖുർആൻ, അതിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഇഖ്റ ബിസ്മി സൂറത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇഖ്റ ബിസ്മി സൂറത്ത് അത് വലിയ മഹത്വമുള്ളൊരു സൂറത്താണ്. അതേ, ആ സൂറത്ത് ഓതിയാൽ താഴെയുള്ള ഏകദേശ സൂറത്തുകളും ഓതിയതിന്റെ പ്രതിഫലമാണ്. അതുപോലെ മൻ ഖറഅ ഫീ യൗമിഹി ഔ ഫീ ലൈലതിഹി ഇഖ്റ ബിസ്മി റബ്ബിക്, ഏതെങ്കിലും ഒരാൾ പകലിലോ രാത്രിയിലോ ഇഖ്റ ബിസ്മി റബ്ബിക എന്ന സൂറത്ത് ഓതിയാൽ സുമ്മ മാത ഫീ യൗമിഹി ഔ ഫീ ലൈലതിഹി, എന്നിട്ട് അവൻ ആ സൂറത്ത് ഓതിയ രാത്രിയോ പകലോ മരണപ്പെട്ടു പോയാൽ മാത ഷഹീദാ, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ആ ധർമ്മസമരത്തിൽ മരണപ്പെട്ടവന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ലഭിക്കാനത് കാരണമാണ്. അവനെ ഷഹീദായി അല്ലാഹു അതാ പുനർജീവിപ്പിച്ചയക്കുന്നതാണ്. وأحياه كمن ضرب بسيفه في سبيل الله مع رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇസ്ലാം ദീൻ, സത്യമായ ദീൻ, യാതൊരു പ്രകോപനവുമില്ലാതെ, ആരെയും കുറ്റം പറയാതെ, ആരെയും പ്രകോപിപ്പിക്കാതെ, ആരെയും ചീത്ത പറയാതെ, ആരെയും തെറി പറയാതെ, ആരെയും കല്ലെറിയാതെ, ആരെയും അവമതിക്കാതെ, ആരെയും പരിഹസിക്കാതെ, ആരെയും നിന്ദിക്കാതെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെ ഇസ്ലാമിന്റെ ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല, ഒരു കാലഘട്ടത്തിലും സാധ്യവുമല്ല. ഇസ്ലാം കൽപ്പിച്ചതെല്ലാം ഗുണകരമാണ്. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. അത് അല്ലാഹുമായുള്ള സംഭാഷണമാണ്, ആത്മീയമായ സംശുദ്ധിക്ക് ആവശ്യമാണ്. എന്നതിന്റെ എല്ലാം പുറമേ നിസ്കാരം ആരോഗ്യത്തിനും വളരെ ഗുണകരമല്ലേ?